ഹലോ. ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ എന്തൊക്കെ കൺട്രോളാണ് കൊണ്ടുവന്നതെന്നും പിന്നെ ഞാൻ ചെയ്ത കുറച്ച് എക്സർസൈസുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ 80% നമ്മൾ ഫുഡിൽ കൊണ്ടുവരുന്ന കൺട്രോൾ തന്നെയാണ് നമ്മുടെ വെയിറ്റ് കുറയുന്നതിന് കാരണമാകുന്നത്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് എക്സർസൈസ് കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വലിയൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡെലിവറിക്ക് മുന്നേയും ഡെലിവറിക്ക് ശേഷവുമുള്ള ചേഞ്ച് ഈ ഫോട്ടോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ കൺട്രോളാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം ഷുഗർ എൻ്റെ ലൈഫിൽ നിന്ന് ടോട്ടലി ഒഴിവാക്കിയിരുന്നു. രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ആ ഒരു റൊട്ടീനിൽ നിന്ന് വൈകുന്നേരത്തെ ചായ കട്ട് ചെയ്തു. രാവിലെ മാത്രമേ ചായ കുടിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അത് പെട്ടെന്ന് നിർത്തുന്നതിന് എനിക്ക് കഴിയുന്നില്ല എന്നതായിരുന്നു സത്യം. പിന്നെ അത് പതിയെ പതിയെ കൺട്രോൾ ചെയ്ത് ക്വാണ്ടിറ്റി കുറച്ചായി ചായ കുടിക്കുന്നത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് 2 ചപ്പാത്തി അല്ലെങ്കിൽ 2 ദോശ. ബ്രേക്ക്ഫാസ്റ്റ് ഏത് തന്നെയായിരുന്നാലും അത് ക്വാണ്ടിറ്റി കുറച്ചായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതും ക്വാണ്ടിറ്റി കുറച്ചായിരുന്നു. കൂടുതലും കറികളാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ചോറിന്റെ ക്വാണ്ടിറ്റി കുറവും കറികളുടെ ക്വാണ്ടിറ്റി കൂടുതലുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഈവനിങ് 7 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കണം. മാക്സിമം 7:30ക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നോക്കണം. ഈവനിങ് 8 മണിക്കുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്നാണ്. ആദ്യമൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ കുറച്ച് വാട്ടർമെലണോ കട്ട് ചെയ്ത് കഴിക്കാം. ജ്യൂസ് ആയിട്ടല്ല, കട്ട് ചെയ്ത് നമുക്ക് കഴിക്കുന്നത് കുഴപ്പമില്ല. വെയിറ്റ് ലോസിന് ശേഷം വീണ്ടും പഴയ ഒരു വെയിറ്റിലേക്ക് എത്തിയപ്പോഴുള്ള ചേഞ്ച് ഈ ഫോട്ടോയിൽ നിന്നും മനസ്സിലാക്കാം. ഇനി ഞാൻ ഡെയിലി എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കാം. കൈ ഇങ്ങനെ നീട്ടി പിടിക്കുക. എന്നിട്ട് ഷോൾഡർ ലെവലായിരിക്കണം നമ്മൾ കൈ നീട്ടി പിടിക്കേണ്ടത്. നമ്മുടെ കൈമുട്ട് മടങ്ങരുത്. നേരെ നീട്ടി പിടിച്ചതിന് ശേഷം മുകളിലോട്ട് താഴോട്ടും ഇങ്ങനെ പതുക്കെ ആക്കാം. ഇതൊരു 10-20 പ്രാവശ്യം. ആദ്യത്തെ 10 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ 20 പ്രാവശ്യം ആക്കുക. അതിനുശേഷം നമ്മുടെ കൈ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക. പിന്നെ കൈ ഇങ്ങനെ ഷോൾഡർ നീട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാം. ഷോൾഡർ ലെവലിലായിരിക്കണം കൈ നിൽക്കേണ്ടത്. അതിനുശേഷം കൈ റിലാക്സ് ചെയ്യുക. കൈ ഇങ്ങനെ നീട്ടി പിടിച്ചതിന് ശേഷം കൈ ഒന്ന് റൗണ്ട് ചെയ്യുക. മുന്നോട്ടും റൗണ്ട് ചെയ്യുക. അതിനുശേഷം പിന്നോട്ടും റൗണ്ട് ചെയ്യുക. മുന്നോട്ടൊരു 10 പ്രാവശ്യം, പിന്നോട്ടൊരു 10 പ്രാവശ്യം എന്ന രീതിയിൽ റൗണ്ട് ചെയ്യുക. കൈ നമ്മളിങ്ങനെ നീട്ടി പിടിക്കുമ്പോഴത്തേനും നമ്മുടെ കൈ ഇങ്ങനെ ശരിക്കും വലിച്ച് തന്നെ പിടിക്കുക. ഇനി നമ്മൾ കൈ ഇങ്ങനെ നീട്ടി പിടിച്ചതിന് ശേഷം ക്രോസ് ചെയ്യുക. മുകളിൽ കൂടിയും താഴെ കൂടിയും ക്രോസ് ചെയ്യുക. സ്കിപ്പിംഗ് ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഈ 2 രീതിയിലുള്ള വർക്കൗട്ടും ചെയ്യാൻ പാടുള്ളവർ നടക്കാൻ പോയാലും മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരാൾ രാവിലെ 5 ദോശയാണ് കഴിച്ചിരുന്നതെങ്കിൽ അത് ഒരു 4ലേക്ക് ആക്കുക. പതിയെ അതൊരു 3ലേക്ക് ആക്കുക. 4ലേക്ക് ആക്കുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ വിശക്കുകയാണെങ്കിൽ പിന്നെ ഒരു റോബസ്റ്റ പഴമോ ഫ്രൂട്ട്സോ എന്തെങ്കിലും കഴിക്കാം. അതിനുശേഷം ഒരാഴ്ച അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ 3 ദോശയിലേക്ക് ആക്കുക. പിന്നെ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് ഞാനും കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പതിയെ അത് ഒരു മുക്കാലോളം ആക്കുക. അതൊരു ഒരാഴ്ച കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അതൊരു അരയിലേക്ക് ആക്കുക. ഒരു അര പ്ലേറ്റ് ചോറൊക്കെ ആക്കുക. കറികൾ കൂടുതൽ എടുക്കുക. അങ്ങനെ നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാം. ഈവനിങ് ഒരു 7 മണിക്ക് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. 7 മണിക്ക് ശേഷം ഒരു 7:30 8 മണിക്കുള്ളിൽ എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 8 മണിക്ക് ശേഷം നമുക്ക് വീണ്ടും വിശക്കുകയാണെങ്കിൽ, വളരെ വിശപ്പ് വരികയാണെങ്കിൽ മാത്രം നമ്മൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുക. അതായത് റോബസ്റ്റ പഴമോ വാട്ടർമെലണോ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ധാരാളം വെള്ളം കുടിക്കണം. ഒരു ദിവസം നമ്മൾ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. അതിനായി നമുക്ക് ഒരു 2 ലിറ്ററിന്റെ കുപ്പി തന്നെ നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ കുപ്പി കാണുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് 2 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവേ. അത് നമ്മൾ ഡെയിലി നമ്മുടെ റൊട്ടീനിൽ കൊണ്ടുവരികയും ചെയ്യും. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ റൊട്ടീനിൽ അത് വരികയും ചെയ്യും. ഇനി തുടക്കക്കാരായ ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇംപെർഫെക്ഷനെ സ്നേഹിക്കാൻ പഠിക്കണേ. എന്നാലേ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഒരു കണ്ടിന്യൂറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി നമ്മൾ തുടങ്ങുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ എന്തെങ്കിലും ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി ബ്രേക്ക് ആവും. പക്ഷെ നിങ്ങൾ ഇംപെർഫെക്ഷനെ ലവ് ചെയ്ത് തുടങ്ങുമ്പോൾ ശരി, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല, ഇനി ഞാൻ വീണ്ടും ട്രൈ ചെയ്യും എന്ന് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അത് ട്രൈ ചെയ്യുകയും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അത് ഒരു പെർഫെക്റ്റ് ജേർണിയിലേക്ക്, പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈലിലേക്ക്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അറിയാതെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ബ്രേക്ക് ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഒന്നുകൊണ്ട് നിങ്ങൾ തളരരുത്, മുന്നോട്ട് തന്നെ പോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്